യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവർ ആകും. സാക്ഷാൽ ദൈവമായവൻ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഉറപ്പോടെ പറഞ്ഞ ഒരു വാഗ്ദത്തമാണ്, ഞങ്ങളല്ല, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ഹോരേബിന്റെ പർവ്വത മുകളിൽ വെച്ച് മുൾപ്പടർപ്പിനകത്ത് കത്തുന്ന തീയുടെ നടുവിൽ മോശയോട് പറഞ്ഞ അതേ ദൈവം ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി വന്ന് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ആരോ, അതിൽ ജാതിയില്ല, അതിൽ മതമില്ല. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവൻ ആകും. ഞാൻ ഇസ്രായേലിൻ്റെ വെളിച്ചമെന്നല്ല പറഞ്ഞത്, ഞാൻ ജെറുസലേമിൻ്റെയോ കബർനഹോമിൻ്റെയോ ഗലീലയുടെയോ വെളിച്ചമെന്നല്ല പറഞ്ഞത്, ഞാൻ അമേരിക്കയുടെ വെളിച്ചമെന്നല്ല പറഞ്ഞത്. യേശു കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ, അന്ധകാരങ്ങൾ ഈ ലോകത്തിൽ അതിശക്തമായി തേർവാഴ്ച നടത്തുമ്പോൾ, കുടുംബങ്ങളെ ഇരുട്ടുകൾ മൂടിപ്പിടിക്കുമ്പോൾ, തലമുറകളെ, അടുത്ത ജനറേഷൻസിനെ ഇരുട്ട് മൂടിപ്പിടിക്കുമ്പോൾ, വ്യക്തി ജീവിതങ്ങളെ ഇരുട്ട് മൂടിപ്പിടിക്കുമ്പോൾ, ഇരുട്ടിനെ തോൽപ്പിക്കുവാൻ വെളിച്ചത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ വെളിച്ചം, ഈ ലോകത്തിലേക്ക് വന്ന ഒരേ ഒരു വെളിച്ചം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം, അത് ഒരുവൻ മാത്രമാണ്. അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്താണ് ഇരുളിന്റെ പ്രത്യേകത? നിങ്ങളൊരു മുറിക്കകത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മുൻപിൽ, നിങ്ങൾ ആ മുറിക്ക് വരുന്നതിന് മുൻപ്, ആ റൂമിലേക്ക് വരുന്നതിന് മുൻപ്, ആ ഡൈനിങ് ടേബിളിനകത്ത് വിഭവസമൃദ്ധമായ സദ്യയും പലഹാരങ്ങളും ഫ്രൂട്ട്സും ഒത്തിരി നന്മകളും നിറച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കായി പല ഗിഫ്റ്റുകൾ ആ റൂമിൽ വെച്ചിട്ട്, ആ മുറി നിറയെ കൂരിരുട്ട് ബാധിച്ച് നിൽക്കുമ്പോൾ നിങ്ങളെ ആ മുറിക്കകത്ത് കയറ്റിവിട്ടാൽ നിനക്കൊരുക്കിയിരിക്കുന്നതൊന്നും നിനക്ക് കാണുവാൻ കഴിയുകയില്ല, മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. എപ്പോഴും ഇരുട്ടിൻ്റെ പ്രശ്നം, ഇരുട്ട് നമ്മുടെ വേഗത കുറയ്ക്കും. പെട്ടെന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ കറണ്ട് പോയാൽ, ലൈറ്റ് പോയാൽ പെട്ടെന്ന് നമ്മുടെ വേഗത കുറയും, നമ്മളെ സ്ലോ ആക്കും, നമ്മളെ അത് സ്ലോ ഡൗൺ ആക്കും. എന്നാൽ ഒരു ടോർച്ച് കത്തിക്കുമ്പോൾ നമ്മുടെ കാലിന്റെ വേഗത വർദ്ധിക്കുവാനിടയായി തീരും, നമ്മുടെ വേഗത വർദ്ധിക്കാനിടയായി. ആത്മാവ് ചിലരോട് പ്രവചിക്കുന്നു, നിന്നെ സ്ലോ ഡൗൺ ആക്കി കളഞ്ഞ, നിന്റെ വേഗതകളെ കുറച്ചു കളഞ്ഞ, നിന്റെ ജീവിതത്തിന്റെ വേഗതകളെ കുറച്ചു കളഞ്ഞ എല്ലാ ഇരുട്ടുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നന്മകൾ കാണാൻ കഴിയാതെ, അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ, വിടുതലുകൾ അനുഭവിക്കാൻ കഴിയാതെ, എവിടെയൊക്കെയോ ബന്ധിച്ച് ഒതുക്കിക്കളഞ്ഞ എല്ലാ ഇരുട്ടിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഒടഞ്ഞു പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഇരുട്ടുകളും മാറിപ്പോകട്ടെ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വിശ്വസിക്കുന്ന കൂട്ടത്തെ നോക്കി വചനം പറഞ്ഞത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ആ ഇരുട്ടിന്റെ അധികാരങ്ങൾ ഒടയട്ടെ, ഇരുട്ടിന്റെ അധികാരങ്ങൾ ഒടയട്ടെ, ഇരുട്ടിന്റെ അധികാരങ്ങൾ ഒടയട്ടെ. അത് കുടുംബത്തിൽ നിന്ന് ഒടയട്ടെ, അത് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് ഒടയട്ടെ, അത് ബിസിനസ്സിൽ നിന്ന് ഒടയട്ടെ. നിന്റെ ലൈഫിന്റെ നന്മകളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന, നിന്റെ വേഗതയെ കുറച്ചിരിക്കുന്ന, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചതായ നന്മകളെ കാണാൻ കഴിയാതെ, ദൈവം നിന്റെ മുമ്പിൽ ഒരുക്കി വെച്ചതായ അനുഗ്രഹങ്ങളെ അനുഭവിക്കാൻ കഴിയാതെ, സ്വസ്ഥതയില്ലാതെ വ്യാപരിക്കുന്ന സകല ഇരുട്ടിന്റെ വ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. വായ്കൾ തുറന്ന് പറഞ്ഞ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു.
എന്റെ വീടൊരു ഇരുട്ട് പിടിച്ച വീടാണ്, എന്റെ ദേശം ഒരു ഇരുട്ട് പിടിച്ച ദേശമാണ്, എന്റെ കുടുംബം ഒരു ഇരുട്ട് പിടിച്ച അവസ്ഥയാണ്. വെളിച്ചമായ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അരുളി ചെയ്ത ഇരുളിനെ കീഴ്പ്പെടുത്തിയ രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമായവൻ നിന്റെ ഭവനത്തെ, നിന്റെ ദേശത്തെ വിടുവിക്കുവാൻ ഇറങ്ങി വരുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ നമ്മളെ നോക്കി പറയുന്ന ഒരു ഉറപ്പുണ്ട്. 1 പത്രോസ് 2:9 പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ. നിങ്ങളോ, എന്നെ കേൾക്കുന്ന നിങ്ങളോ, എന്നെ കാണുന്ന നിങ്ങളോ, എന്നെ കേൾക്കുന്ന നിങ്ങളോ, എന്നെ കാണുന്ന നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്. ഇതൊരു സാധാരണ ലൈറ്റ് അല്ല, ഇതൊരു മാർവലസ് ലൈറ്റ് ആണ്, ഇതൊരു അത്ഭുത പ്രകാശമാണ്. ഞാൻ പറയുന്നു, യേശു എന്ന പ്രകാശം അത് അത്ഭുത പ്രകാശമാണ്. അത് ആരിലൊക്കെ വന്നോ അവരൊക്കെ ഒരു അത്ഭുതമായി മാറും. In the name of Jesus, I am feeling the anointing of the Lord. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തെരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിത വർഗവും. വായികൾ തുറന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ, അത്ഭുത പ്രകാശം, മാർവലസ് ലൈറ്റ്. ഹല്ലേലൂയ. നിന്റെ വീട് ഇരുട്ട് പിടിച്ച വീടാന്ന് പറഞ്ഞ സ്ഥാനത്ത്, എന്റെ കുടുംബം ഒരു ഇരുട്ട് പിടിച്ച കുടുംബമാണെന്ന് പറഞ്ഞ സ്ഥാനത്ത്, എന്തോ അന്ധകാര ശക്തികൾ എന്റെ ബിസിനസിന്റെ മേളിൽ, എന്റെ ശുശ്രൂഷയുടെ മേളിൽ നിൽക്കുന്നെന്ന് പറഞ്ഞ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നിന്നെ, താങ്കളെ ഒരു ലൈറ്റ് ഹൗസ് ആക്കി മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ഓ, എത്ര പേർ അത് ഏറ്റെടുക്കാനുണ്ട്? നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയിൽ, നിന്റെ ദേശത്തിൽ, നിന്റെ രാജ്യത്തിൽ നിന്നെ ഒരു ലൈറ്റ് ഹൗസ് ആക്കി, നിന്നെ ഒരു ലൈറ്റ് ഹൗസ് ആക്കി പരിശുദ്ധാത്മാവ് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഓ, I'm feeling the power of the Lord. എനിക്ക് പറയാൻ അറിയത്തില്ല, എനിക്കത് എങ്ങനെ പ്രസംഗിക്കണമെന്ന് അറിയത്തില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദീർഘവർഷങ്ങളായി, 10 വർഷമായി, 12 വർഷമായി, 18 വർഷമായി, 20 വർഷമായി, 4 വർഷമായി, കഴിഞ്ഞ 6 മാസമായി നിന്നെ ഫോളോ ചെയ്യുന്ന ചില ഇരുട്ടുകൾ വഴിമാറുകയാണ്. ഇരുട്ടിന്റെ പ്രത്യേകത അവനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ ഇരുട്ടൊരുത്തന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവനെ സ്ലോ ഡൗൺ ആക്കും. ഇരുട്ടൊരു കുടുംബത്തിൽ വന്നാൽ, ഇരുട്ടൊരു വ്യക്തിയെ പിടിച്ചാൽ, ഇരുട്ടൊരു തലമുറയെ തൊട്ടാൽ അവൻ ഡെഡ് സ്ലോ ആകും. അവൻ്റെ വേഗത കുറയും, അവന് കാഴ്ചപ്പാടുകൾ ഉണ്ടാകത്തില്ല, അവനൊന്നും കാണാൻ കഴിയത്തില്ല, അവനൊന്നും ആസ്വദിക്കാൻ കഴിയത്തില്ല, അവനൊന്നും എൻജോയ് ചെയ്യാൻ കഴിയത്തില്ല. എവിടെങ്കിലും ഒതുങ്ങിപ്പോവും. കരണ്ട് പോയി കഴിയുമ്പോൾ ഒരു കട്ടിൽ പിടിച്ച് സൈഡിൽ ഇരിക്കുന്നത് പോലെ, കരണ്ട് പോയി കഴിയുമ്പോൾ ഒരു കസേരയിട്ട് കുത്തിയിരിക്കുന്നത് പോലെ, ഇരുട്ടത്തൊന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാതിരിക്കുന്നത് പോലെ ഇരുട്ട് നിന്നെ ലോക്ക് ചെയ്ത് കളയും. എന്നാൽ വെളിച്ചം നിന്റെ ലോക്കിനെ റിലീസ് ചെയ്യുകയാണ്. വെളിച്ചം ആ ലോക്കിനെ റിലീസ് ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഞാനിത് പറയുമ്പോൾ ദൈവശക്തി. ചിലർ പറയുന്നു, എൻ്റെ ഭാവി എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞാനൊരു ട്രാഫിക് ജംഗ്ഷനിൽ നിൽക്കുന്നവനെ പോലെ നിൽക്കുകയാണ്. ഇടത്തോട്ട് പോണോ, വലത്തോട്ട് പോണോ, മുന്നോട്ട് പോണോ, പുറകോട്ട് എടുക്കണോ, എനിക്ക് എൻ്റെ അടുത്തത് നെക്സ്റ്റ് എന്തുവാന്ന് കാണാൻ കഴിയുന്നില്ല പാസ്റ്ററെ. എനിക്ക് എൻ്റെ അടുത്ത് എൻ്റെ ഭാവി എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല, എനിക്ക് ഇടത്തോട്ട് പോകാൻ കഴിയുന്നില്ല, എനിക്ക് വലത്തോട്ട് പോകാൻ. നിങ്ങൾക്കറിയാമോ, നിങ്ങളൊരു ട്രാഫിക് ജംഗ്ഷനിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യുന്നത്? ലൈറ്റ്. നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യുന്നത്? ലൈറ്റ്. നിന്റെ ലൈറ്റ്, നിന്റെ ഗ്രീൻ ലൈറ്റ് ഓൺ ആയാൽ നിന്റെ വണ്ടി മൂവ് ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. 18-ാം സങ്കീർത്തനത്തിന്റെ 28-ാം വാക്യത്തിൽ അഭിഷിക്തൻ പറയുന്നു, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നീ എൻ്റെ ദീപത്തെ കത്തിക്കുമ്പോൾ, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമ്പോൾ, അടുത്ത വാക്യം പറയുകയാണ്, നിന്നാൽ ഈ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കും. നിന്നാൽ ഈ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. നീ ചിലത് ചാടിക്കടക്കും. You will overcome, you will overcome. Hallelujah.
ഏതൊക്കെയോ മതിൽക്കെട്ടുകൾക്കകത്ത് ഒതുങ്ങിപ്പോയവരെന്നെ കേൾക്കുന്നുണ്ടോ? ഏതൊക്കെയോ സാഹചര്യങ്ങൾക്കകത്ത് ഒതുങ്ങിപ്പോയവരെന്നെ കേൾക്കുന്നുണ്ടോ? ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കാൻ പോകുകയാണ്, ഇവിടം കൊണ്ടെല്ലാം തീരാൻ പോകുകയാണ് എന്ന് പിശാചും മനുഷ്യനും നിന്നോട് പറയുന്നു. സാഹചര്യങ്ങൾ നിന്നോട് പറയുന്നു, അനുഭവങ്ങൾ നിന്നോട് പറയുന്നു, നിന്റെ ബുദ്ധി നിന്നോട് പറയുന്നു. എന്നാൽ അവൻ എൻ്റെ ദീപത്തെ കത്തിക്കുമ്പോൾ, എൻ്റെ അന്ധകാരം പ്രകാശമാകുമ്പോൾ ഞാൻ മതിൽക്കെട്ടുകളിൽ ഒതുങ്ങത്തില്ല. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. വായികൾ തുറന്ന് ശബ്ദമുയർത്തി സഭ പറഞ്ഞാട്ടെ, എന്റെ ദീപത്തെ അവൻ കത്തിക്കും. എന്റെ ദൈവം അന്ധകാരത്തെ പ്രകാശമാക്കും. എന്റെ ദൈവം അന്ധകാരത്തെ പ്രകാശമാക്കുമ്പോൾ ഈ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും. ആ കൈ ഒന്ന് നെഞ്ചിൽ തട്ടി പറഞ്ഞ്, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കും. ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്തു വരും. ഈ അനുഭവത്തിൽ ഞാൻ തുടരത്തില്ല. ഈ രോഗത്തിൽ ഞാൻ തുടരത്തില്ല. ഈ ബന്ധനത്തിൽ ഞാൻ തുടരത്തില്ല. ഈ സാമ്പത്തിക തകർച്ചയിൽ ഞാൻ തുടരത്തില്ല. യേശുവിന്റെ നാമത്തിൽ പുറത്തു വരും. ഞാൻ പുറത്തു വരും. ശബ്ദമുയർത്തി പറഞ്ഞ് ഞാൻ പുറത്തു വരും. ബൈബിൾ പറയുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധൻ, യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും. പറഞ്ഞ് വെളിച്ചം. അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവനും. അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ ബ്രദർ, ഇന്ന് ആ വെളിച്ചത്തെ നീ ക്യാരി ചെയ്യുകയാണ്. പിശാച് നോക്കുമ്പോൾ ഒരു ലൈറ്റ് ബീം നടന്നു പോവുകയാണ്. നിന്റെ വീട്ടിനകത്തെ എല്ലാ ഇരുട്ടും മാറിപ്പോകട്ടെ. നിന്റെ ഭാവി എന്തെന്ന് കാണാൻ കഴിയാതെ, നിന്റെ ലൈഫ് എന്തെന്ന് അനുഭവിക്കാൻ കഴിയാതെ, നന്മകൾ സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ, എല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോകുന്ന വ്യക്തികളോട് പറയുന്നു, ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായിരിക്കും. അത് കത്തും. ഒരു ദിവസം കൊണ്ട് എല്ലാ മുള്ളും എല്ലാ പറക്കാരെയും ദഹിപ്പിച്ചു കളയും. ഈ വെളിച്ചം കത്തിയാൽ, അതൊരു തീയായി കത്തിയാൽ, എല്ലാ മുള്ളും ആവശ്യമില്ലാതെ വളർന്നു നിൽക്കുന്ന, നിന്നെ ഇടയ്ക്കിടയ്ക്ക് കുത്തി മുറിവേൽപ്പിക്കുന്ന എല്ലാ മുള്ളും, എല്ലാ വേണ്ടാത്ത പറക്കാരെയും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ മുള്ളും എല്ലാ പറക്കാരും നീങ്ങിപ്പോകട്ടെ. വായ്കൾ തുറന്ന് പറഞ്ഞേ, വെളിച്ചമാകുന്ന യേശു എന്നിൽ വന്നതിനാൽ ഞാനിപ്പോൾ ഇരുട്ടിലല്ല. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതേ യേശു നിങ്ങളെയും എന്നെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, തണ്ടിൻ മേലത്രേ വെക്കേണ്ടത്. ആത്മാവെന്നോട് പറയുന്നു, പറയിൻ കീഴിൽ നിന്നെ ഒതുക്കിക്കളയാൻ ശ്രമിക്കുന്ന സകല ശക്തികളെ നീ വെട്ടുകയാണ്. നീ തണ്ടിന്മേൽ വരാൻ പോവുകയാണ്. നിന്നിൽ കത്തിയ വെളിച്ചം സഭ കാണട്ടെ. നിന്നിൽ കത്തിയ വെളിച്ചം നിന്റെ കുടുംബം കാണട്ടെ. നിന്നിൽ കത്തിയ വെളിച്ചം നിന്റെ രാജ്യം കാണട്ടെ. നിന്നിൽ കത്തിയ വെളിച്ചം നിന്റെ തലമുറകൾ കാണട്ടെ. നിന്നിൽ കത്തിയ വെളിച്ചം നിന്റെ ദേശം കാണട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. കാരണം അപ്പോസ്തല പ്രവൃത്തി 13:47 ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. ജാതികളുടെ ഇടയിൽ, ദേശക്കാരുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ, ബന്ധുമിത്രാദികളുടെ ഇടയിൽ
നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, എൻ്റെ കർത്താവ്, ഈ ദേശം ഒത്തിരി ഇരുട്ടിൻ്റെ അധീനതയിലാണ്. കാലത്തിൽ നടക്കുന്ന സംഭവങ്ങളും പത്രവാർത്തകളും മാധ്യമങ്ങളിലൂടെ നിങ്ങൾ വായിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം ഇരുട്ടിൻ്റെ സ്വാധീനത്തിൽ, ഇരുട്ടിൻ്റെ മറവിൽ, ഇരുട്ടിൻ്റെ അധികാരത്താൽ വെളിപ്പെടുന്ന തിന്മകളാണ്. എന്നാൽ അതിൻ്റെ മധ്യയിൽ വ്യക്തികളെ നോക്കി ദൈവം പറയുന്നു, അതിൻ്റെ നടുവിൽ ദൈവം നിന്നെ ഒരു വെളിച്ചമാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ ദൈവം നിന്നെ ഒരു വെളിച്ചമാക്കി വെച്ചിരിക്കുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ വെളിച്ചം ഇരുട്ടിനെ കീഴ്പ്പെടുത്തുന്നതാണ്. യോഹന്നാൻ 1-5 പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കത്തില്ല. ഒന്നിനും ജയിക്കാൻ കഴിയാത്ത ലൈറ്റ്. ഹു ഈസ് ദാറ്റ് ലൈറ്റ്? ആരാണ് വെളിച്ചം? ജീസസ് ഈസ് ദ ലൈറ്റ്, ഈസ് ദ ലൈറ്റ്. നിങ്ങൾക്കൊരു സത്യം അറിയാവോ? വെളിപ്പാടിൻ്റെ പുസ്തകം 21 23, 24, 25 വാക്യങ്ങൾ. നഗരത്തിൽ, ആ നഗരം എന്ന് എഴുതിയിരിക്കുന്നത് സ്വർഗമാണ്, ഹെവൻ, ദാറ്റ് ഈസ് ഹെവൻ. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യം ഇല്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. ആ ഒറ്റ വെളിച്ചത്തിൽ, ആ ഒറ്റ വിളക്കിൽ 24 രേഖപ്പെടുത്തിയിരിക്കുന്നു, ജാതികൾ അതിൻ്റെ വെളിച്ചത്തിലേക്ക് നടക്കും. ഭൂമിയിലുള്ള രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. 25 രേഖപ്പെടുത്തിയിരിക്കുന്നു, അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല, കാരണം രാത്രി അവിടെ ഇല്ലല്ലോ. കാരണം രാത്രി അവിടെ ഇല്ലല്ലോ. ബിക്കോസ് 24/7 മണിക്കൂറുകളും സമയങ്ങളും കാലഭേദങ്ങളും ഇല്ലാതെ അവിടെ കത്തി നിൽക്കുന്ന ഒരു വിളക്കുണ്ട്. ആ വിളക്കിന്റെ പേര് ദ ലാംപ് ഓഫ് ഗോഡ്. ദ ലാംപ് ഓഫ് ഗോഡ്, ദ ലാംപ് ഓഫ് ഗോഡ്, ദ ലാംപ് ഓഫ് ഗോഡ്, ദ ലാംപ് ഓഫ് ഗോഡ്, ദ ലാംപ് ഓഫ് ഗോഡ്. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച്. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശം അവിടെയില്ല. കുഞ്ഞാടതിൽ വിളക്കാണ്, ഇരുളൊരു ലേശം അവിടെയില്ല. തരുമനിക്ക് കുഞ്ഞാടതിൽ വിളക്കാണ്. ഉറക്കപ്പാടിയേ. താങ്ക് യു. ഇനി ആ വാക്യം ഒന്ന് നോക്കി. രാത്രി അവിടെ ഇല്ലല്ലോ. കാരണം 23 രേഖപ്പെടുത്തിയിരിക്കുകയാണ്, കുഞ്ഞാട് അതിന്റെ വിളക്കാണ്. നരകം ഇരുട്ടായി പോയതിന്റെ കാരണം യേശുവിന്റെ ആബ്സെൻസ് ആണ്. സ്വർഗം വെളിച്ചമായി നിൽക്കുന്നതിന്റെ കാരണം യേശു അവിടെ പ്രസന്റ് ആണ്. സ്വർഗത്തിലെ വെളിച്ചത്തിന്റെ കാരണം യേശു സ്വർഗത്തിൽ ഉള്ളത് കൊണ്ടാണ്. നരകത്തിലെ ഇരുട്ടിന്റെ കാരണം നരകത്തിൽ യേശു ആബ്സെന്റ് ആണ്. യേശു അവിടെ ഇല്ലാത്തതാണ്. കാരണം ബൈബിൾ പറയുന്നു, ആ നഗരത്തിൽ കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. എത്ര പേർക്ക് അവിടേക്ക് പോണം? ഇരുട്ടിലേക്കല്ല, പുഴുവിലേക്കല്ല, കൃപയിലേക്കല്ല, തീപ്പൊയ്കയിലേക്കല്ല. എത്ര പേർ ആ വെളിച്ചത്തിലേക്ക്? തരുമനിക്ക് ധരിപ്പിക്കും അവനെ ഉത്സവവസ്ത്രം.
എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണ്. ആ ഉറപ്പുള്ളവർ ആ കൈകൾ ഉയർത്തി പാടിയേ, എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്, അക്കരെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. എന്നെ കേൾക്കുന്നുണ്ടോ? ആ വെളിച്ചത്തിൽ നമുക്ക് എത്തണ്ടേ? യേശു ആബ്സെന്റ് ആയിരിക്കുന്ന നരകത്തിലല്ല, യേശു പ്രസന്റായി സിംഹാസനത്തിലിരിക്കുന്ന സ്വർഗത്തിലെത്തണ്ടേ? അപ്പൊ ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ജഡ്ജ്മെന്റ്? യേശു വ്യക്തമാക്കുന്നു യോഹന്നാൻ സുവിശേഷത്തിൽ. യോഹന്നാൻ 3:19, 20, 21 വാക്യങ്ങളിൽ യേശു കർത്താവ് പറയുകയാണ്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും. വെളിച്ചം എന്നുള്ളിടത്ത് യേശു ക്രിസ്തുവിനെ ചേർത്ത് വായിക്കുക. യേശു ക്രിസ്തു ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതു തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ അവർ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടേണ്ടതിന് അവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. ഐ എം ഇൻവൈറ്റിംഗ് ടു യു ഇൻ ദ ഗ്ലോറിയസ് ലൈറ്റ്. ഞാൻ നിങ്ങളെ ഈ വെളിച്ചത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, 19ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ന്യായവിധി എന്നതോ, the meaning of judgment, condemnation. The light is come to the world and men loved darkness. ഈ വെളിച്ചത്തെക്കാൾ അധികം നീ ഇരുട്ടിനെ സ്നേഹിച്ചതാണ്, ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ സ്നേഹിച്ചതാണ്, തിന്മയെ സ്നേഹിച്ചതാണ്, മ്ലേച്ഛതകളെ, പാപത്തെ സ്നേഹിച്ചതാണ് ന്യായവിധിക്കുള്ള കാരണം. എന്നാൽ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ 20-21 വാക്കിൽ യേശു കർത്താവ് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. കം ടു ദ ലൈറ്റ്. പകലെന്നെ കാണുന്ന കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ആ വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ടോ? ആ വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഋഷിവര്യന്മാർ ഒരു സമയത്ത് ഈ ഭാരത മണ്ണിൽ നിന്നുകൊണ്ട് പാടിയ സ്വതോമ ജ്യോതിർഗമയ മൃത്യോമ മൃതംഗമയ, ഞങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും ഞങ്ങളെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും നയിക്കണമേ. അവർ പ്രാർത്ഥിച്ചു, അവർ പാടി. എന്നാൽ ഈ ഭൂമിയിൽ വന്ന് ഒരുവൻ മാത്രമേ പറഞ്ഞുള്ളൂ, എന്നിൽ വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കുകയില്ല, എന്നിൽ വസിക്കുന്നവന് വെളിച്ചത്തിൽ വസിക്കുന്നു, ഇരുട്ടിന് അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാകുന്നു, ഞാൻ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. He is the light. He is the light. Oh, thank you Jesus. എത്രയോ വർഷം ഞാൻ ഇരുട്ടിൽ കിടന്നു. നിങ്ങൾ ഓർത്തു നോക്കിയേ, നിങ്ങളുടെ ലൈഫ് ഒന്ന് ഓർത്തു നോക്കിയേ. ഈ സത്യം അറിയാതെ, ഈ വെളിച്ചത്തിലേക്ക് വരാതെ, പാരമ്പര്യത്തിൻ്റെ, മതത്തിൻ്റെ, തിന്മയുടെ, അന്ധകാരത്തിൻ്റെ, മ്ലേച്ഛതയുടെ, അസത്യത്തിൻ്റെ ഇരുട്ടിനകത്ത് എത്രയോ വർഷങ്ങൾ എൻ്റെ ജീവിതം ഞാൻ കഴിച്ചു. പക്ഷെ ഒരിക്കൽ ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ഈ സത്യവെളിച്ചം എന്നിലേക്ക് കടന്നു വന്നു. വായി തുറന്ന് പറയാമോ, ഈ വെളിച്ചം എന്നെയും ആകർഷിച്ചു. ഈ വെളിച്ചം, യേശുവാകുന്ന ഈ വെളിച്ചം എന്നെയും ആകർഷിച്ചു. ആ കൈകൾ ഉയർത്തി എത്ര പേരുണ്ട്? യേശുവാകുന്ന ഈ വെളിച്ചം
ഇതൊരു മതമല്ല, ഇതൊരു ജാതിയല്ല, ഇതൊരു സംഘടനയല്ല. യേശുവാകുന്ന ഈ വെളിച്ചം എന്നെയും ആകർഷിച്ചു. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ഇരുട്ടില്ല. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാക്കി ദൈവം മാറ്റിയെന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ അടിച്ചതരങ്ങൾ തുറന്ന് ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. യോഹന്നാൻ 8:12 വരുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ അവൻ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും. ഇരുട്ടിനകത്ത് നടന്നൊരു മനുഷ്യനുണ്ട് ബൈബിളിൽ, ഒരു മതഭ്രാന്തൻ, ഒരു മത തീവ്രവാദി. കൊല്ലാൻ പോലും, അപ്പോസ്തലന്മാരെ കൊല്ലാൻ പോലും മടിക്കാത്ത, സ്തേഫാനോസിനെ കൊല്ലാൻ കൂട്ടുനിന്ന ഒരു മത തീവ്രവാദി, ഇരുട്ടിൽ കിടന്നൊരു മനുഷ്യൻ. അവന്റെ പേര് ശൗൽ എന്നാണ്. ഈ ശൗലിനെ ദൈവം പിടിച്ചത് എങ്ങനെയാണെന്നറിയാവോ? അപ്പോസ്തല പ്രവൃത്തി 9:3 ആ മനുഷ്യൻ ആ സാക്ഷ്യം പറയുന്നുണ്ട്. പ്രയാണം ചെയ്ത ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. ലൈറ്റ്, ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. ആ വെളിച്ചത്തിന്റെ മുമ്പിൽ ആ മത തീവ്രവാദി സറണ്ടർ ചെയ്യുകയാണ്. ആ വെളിച്ചത്തിന്റെ മുൻപിൽ അവൻ സറണ്ടർ ചെയ്യുകയാണ്. അവൻ ചോദിക്കുന്നു, ഹൂ യു ആർ ലോർഡ്, നീ ആരാകുന്നു കർത്താവേ? ഉടനെ മറുപടി വരുന്നു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. He is the light. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച ഈ മനുഷ്യനില്ലേ, കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പം ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, അഭിഷേകത്തിൽ നിന്നും ആത്മാവിൽ നിന്നും അനുഭവത്തിൽ നിന്നും തൂലിയ കൊണ്ട് എഴുതി. യേശു ആരാന്ന് നിങ്ങൾക്കറിയാവോ? ഈ ശൗൽ എഴുതുകയാണ്, പൗലോസ് എഴുതുകയാണ്, അവൻ താൻ മാത്രം അമർത്യതയുള്ളവനും അടുക്കാൻ പറ്റാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമാണ്. കാരണം ഞാൻ ഇത് എഴുതുന്നത് കേവലം ആത്മാവിൽ മാത്രമല്ല, അനുഭവത്തിൽ നിന്നാണ്. ഒരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി. ദാറ്റ് ലൈറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ചേർന്നൊരാമീൻ പറഞ്ഞേ. അതുകൊണ്ട് പൗലോസ് നമ്മളോട് പറയുകയാണ്, എഫേസ്യർ 5:8 മുതലുള്ള വാക്യങ്ങളിൽ, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു. സമ്മതിക്കുന്ന എത്ര പേരുണ്ട്? മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. 11ാമത്തെ വാക്യം, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളിയാകരുത്. ഇരുട്ട് കേറി വരുമ്പം ശാസിക്കണം. കറണ്ട് പോകുമ്പോൾ എമർജൻസി ലൈറ്റ് എടുക്കുന്നത് പോലെ, കറണ്ട് പോകുമ്പോൾ ഇൻവെർട്ടർ ഓൺ ആക്കുന്നത് പോലെ, കറണ്ട് പോകുമ്പോൾ മെഴുകുതിരി കത്തിക്കുന്ന പോലെ, ഇരുട്ട് കേറി വരുമ്പോൾ വെളിച്ചം എടുക്കണം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ നീ കൂട്ടാളിയാകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത്. എന്തിനാണ് അതിനെ ശാസിക്കുന്നത്? 13ാം വാക്യത്തിൽ പറയുന്നു, അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവുള്ളതല്ലോ. 14ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. എന്തിനാ എഴുന്നേൽക്കുന്നേ? റോമർക്കെഴുതിയ ലേഖനം 13ാം അധ്യായം 2ാം വാക്യത്തിൽ വേദപുസ്തകം വ്യക്തമാക്കുകയാണ്, അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ആ അധ്യായത്തിൽ പകൽ കഴിയാറായി, രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുകയാണ്. നാം പ്രതീക്ഷിച്ച സമയത്തെക്കാളൊക്കെ മുൻപ് തന്നെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. റോമൻസ് ചാപ്റ്റർ 13:12, രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞു, ഉപേക്ഷിച്ച് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. യു ആർ ദ ലൈറ്റ്, യു ആർ ദ ലൈറ്റ്. നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായി പോകരുത്. നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായി പോകാതിരിക്കാൻ
The lamp of God, വെളിച്ചമാകുന്ന കുഞ്ഞാട് നിന്റെ അകത്തുണ്ടാകട്ടെ. നിങ്ങൾ പ്രകാശിക്കും. യെശയ്യാ 60:1 എഴുതിയിരിക്കുന്നു, ഞാനിത് പ്രവചിക്കുകയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക. നീ എങ്ങും ഒതുങ്ങിപ്പോകാനുള്ളതല്ല, എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുമ്പോൾ നിന്റെ മേലോ യഹോവ ഉദിക്കും. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. കടന്നു വരിക. ഇരുട്ടിന്റെ പ്രവൃത്തികളെ ഉപേക്ഷിക്കുക. വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, വെളിച്ചം ഈ ലോകത്തിൽ വന്നിട്ടും നീ ഇരുട്ടിനെ സ്നേഹിച്ചതാണ് നിന്റെ മേലുള്ള ന്യായവിധിയുടെ കാരണം. ഹല്ലേലൂയ. ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വലിയൊരു സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഇരുട്ടിലിരിക്കുന്നവൻ സ്വതന്ത്രനല്ല. ഇരുട്ടിലിരിക്കുന്നവനൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. എല്ലാ പാപത്തിൻ്റെ, മ്ലേച്ഛതയുടെ, വ്യഭിചാരത്തിൻ്റെ ഇരുട്ടുകളും മാറിപ്പോകട്ടെ. എല്ലാ തിന്മയുടെ ഇരുട്ടുകളും. പലർക്കും സാമ്പത്തിക മേഖലയിൽ വല്ലാത്ത പ്രതിസന്ധികൾ അനുഭവിക്കുന്നു. അവരുടെ ഫൈനാൻഷ്യൽ ഏരിയയിൽ അവർക്കൊരു ഫ്രീഡമില്ല. ഇരുട്ട് മാറിപ്പോകട്ടെ. സത്യമറിയാതെ, സത്യവചനമറിയാതെ, സത്യം എന്തെന്നറിയാതെ പലരും പാരമ്പര്യത്തിൻ്റെ തിന്മയുടെ ഇരുട്ടിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. അവർ വെളിച്ചമാകുന്ന ക്രിസ്തുവിൽ പുറത്തു വരട്ടെ. ഈ വെളിച്ചത്തെ ഞാൻ ഇവിടെ ഉയർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. പൗലോസിനോട് കർത്താവ് പറയുന്നു, അനേകരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിക്കാൻ ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ്. എല്ലാം രക്ഷ പ്രാപിക്കുവാൻ ഒരേ ഒരു വെളിച്ചം, അത് യേശു കർത്താവാകുന്ന വെളിച്ചമാണ്. വിടുതൽ പ്രാപിക്കുവാൻ ഒരേ ഒരു വെളിച്ചം, അത് യേശുവാകുന്ന വെളിച്ചമാണ്. നിത്യതയിലെത്തുവാൻ ഒരേ ഒരു പ്രകാശം, അത് യേശുവാകുന്ന പ്രകാശമാണ്. നരകം നരകമായി പോയതിന്റെ കാരണം നരകത്തിൽ യേശുവിന്റെ ആബ്സെൻസ് ആണ്. അവിടെ ഇരുട്ടായി പോയതിന്റെ കാരണം യേശു അവിടെ ആബ്സെന്റ് ആണ്. സ്വർഗം വെളിച്ചമായി നിൽക്കുന്നതിന്റെ കാരണം യേശു അവിടെ പ്രസന്റ് ആണ്. കാരണം ആ സ്വർഗത്തിലെ നഗരത്തിലെ വെളിച്ചം കുഞ്ഞാടാണ്. കുഞ്ഞാടതിൽ വെളിച്ചമാണ്. നിങ്ങളുടെ കുടുംബം പ്രകാശിക്കട്ടെ. നിങ്ങൾ പ്രകാശിക്കട്ടെ. നിങ്ങളൊരു വെളിച്ചമായിരിക്കട്ടെ. ആ വെളിച്ചത്തെ പറയിൻ കീഴിലല്ല, തണ്ടിന്മേൽ വെച്ചുകൊണ്ട് റൈസ് ആൻഡ് ഷൈൻ, എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കർത്താവ് അയക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ ഇന്നു തൊട്ട് ഇനി അങ്ങോട്ട് ഈ ഏപ്രിൽ മാസത്തിൽ ഒത്തിരി നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ നടന്ന വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ പറയാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ I decree and I declare it. നിങ്ങൾക്ക് എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും, നിങ്ങൾക്ക് എത്ര തകർച്ചയുണ്ടെങ്കിലും, നിങ്ങളെ വിടുവിപ്പാൻ യേശു മതിയായവനാണ്. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായി, അതിന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായി വെളിപ്പെടുമ്പോൾ എല്ലാ മുള്ളും പറക്കാരെയും കത്തിപ്പോകും. നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, I bless them.